ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചോളപ്പുട്ടാണ് കേട്ടോ. ചോളപ്പുട്ട്, ചോളം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു കേട്ടോ കൂട്ടുകാരെ, നല്ല സോഫ്റ്റ് ഉണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ ഒരു ദിവസം ഇടാം നിങ്ങൾക്ക്. ഇത് ക്യാരറ്റും കടലയും കൂടെ സ്റ്റൂ വെച്ചതാണ്, തേങ്ങാപ്പാലിൽ സ്റ്റൂ ആണിത്. അതിനകത്ത് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിയിലൊക്കെ ഇട്ടിയാ തിന്ന് നോക്കട്ടെ, കൊള്ളാവാൻ നോക്കട്ടെ. സൂപ്പർ സൂപ്പർ കൂട്ടുകാരെ. ഇത് ഞാൻ എന്നും വെക്കുമ്പോഴല്ലേ വെച്ചേട്ടാ. ഞാൻ ഇച്ചിരി കടല, ക്യാരറ്റ്, പച്ചമുളകും എല്ലാം കൂടെ കുക്കറിൽ വേവിച്ചിട്ട് പിന്നീട് ശകലം നെയ്യ് ഒഴിച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയിട്ട് പിന്നെ തേങ്ങയും പെരിഞ്ജീരകവും കറുവപ്പട്ടയും കൂടെ അരച്ച അരപ്പ് ഇതിലൊഴിച്ച് കലക്കി, കറുവപ്പട്ട മസാലയൊന്നും ഇട്ടിട്ടില്ല, കറുവപ്പട്ട മാത്രം ഇട്ട് കേട്ടോ. പിന്നെ ഇതിനങ്ങ് ഒഴിച്ച് കലക്കി. പക്ഷെ നല്ല ടേസ്റ്റ്. കറിവേപ്പില ഇട്ട് മല്ലിയില ഇട്ട് ലാസ്റ്റ് കേട്ടോ. നെയ്യിലാണ്ടോ അത് വഴറ്റിയത്, അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ചോളപ്പുട്ടിൻ്റെ കൂടെ കേട്ടോ കൂട്ടുകാരെ. ചോളപ്പുട്ടിൻ്റെ കൂടെ നിങ്ങളൊരു ദിവസം ഇങ്ങനെ വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്നലെ വെച്ച് നോക്കിയിട്ടാണ്, അത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ആ വീഡിയോ, വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇന്ന് രണ്ടാമത് വെച്ച് നോക്കിയത്. കൂട്ടുകാരെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു ദിവസം ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ ചോളപ്പുട്ട് ഉണ്ടാക്കുന്നത് മിക്കവാറും കട്ടിയായിരിക്കുന്നെന്നാണ് പറയുന്നത്, പക്ഷേ കട്ടിയാകത്തില്ല. ഇതൊന്ന് ശകലം വറുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വേണം പുട്ടിന് കുഴയ്ക്കാൻ. എന്നിട്ട് കുറ്റിയിൽ വാരി വയ്ക്കാൻ. എനിക്ക് കൈ കുത്താൻ പറ്റാത്ത, കൈ കൊണ്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല പുട്ട് കുറ്റി, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വാരി വെച്ചുണ്ടാക്കുന്നത് കേട്ടോ കൂട്ടുകാർ. എൻ്റെ കൈയൊക്കെ സുഖമാകുമ്പോൾ ഞാൻ പുട്ട് കുത്തി കാണിച്ചു തരാം കേട്ടാ. ഓക്കെ, ബായ്. എല്ലാവരോടും സ്നേഹത്തോടെ ടാറ്റാ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ് ബായ്. ഉച്ചയ്ക്ക് കാണാം കേട്ടാ കൂട്ടുകാരെ. എല്ലാവരും കഴിക്കണേ കൃത്യസമയത്ത്. ഓക്കെ, ഞാൻ കഴിക്കട്ടെ.